നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിമിഷപ്രിയയുടെ മോചനത്തിൽ കാന്തപുരത്തിന്റെ അവകാശവാദങ്ങൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. കാന്തപുരം ഇടപെട്ടതായി അറിയില്ല. നിയമസഹായത്തിനായി സർക്കാർ അഭിഭാഷകനെ ഏർപ്പെടുത്തിയെന്നും രൺധീർ ജയ്സ്വാൾ. കോൺഗ്രസ് നേതാവ് റോബർട്ട് വാദ്രയുടെ സ്വത്ത് കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടപടി ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്. കണ്ടുകെട്ടിയത് 36 കോടിയിലധികം വിലമതിക്കുന്ന സ്വത്ത്. അഹമ്മദാബാദ് ദുരന്തത്തിൽ വിമാനത്തിന്റെ ക്യാപ്റ്റനെ സംശയം നിഴലിൽ നിർത്തി വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട്. സമഗ്രമായ അന്വേഷണത്തിനു മുമ്പ് പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് നിരുത്തരവാദപരമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ്. ഗുരുപൂജയെ എതിർക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജെ നന്ദകുമാർ. ലക്ഷ്യമിടുന്നത് ഭാരതത്തിന്റെ വിശേഷപ്പെട്ട സംസ്കാരത്തെ തകർക്കാൻ. പിന്നിൽ അധ്യാപനത്തെയും അധ്യാപന പാരമ്പര്യത്തെയും എതിർക്കുന്നവരെന്നും നന്ദകുമാർ. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപത്തിൽ 4 മരണം, നിരവധി പേർക്ക് പരിക്ക്. ഏറ്റുമുട്ടിയത് സുരക്ഷാസേനയും ഷെയ്ഖ് ഹസീന അനുയായികളും. വാർത്തയിലേക്ക്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ അവകാശവാദങ്ങളെ തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. കാന്തപുരം AP അബൂബക്കർ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടതായി അറിയില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സ്ഥിരീകരിച്ചു. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. First on Nimisha Priya case, you all have been following this very closely. This is a very sensitive matter and the government of India has been offering all possible assistance in the case. We have provided legal assistance and also appointed a lawyer to assist the family. We have also arranged for regular consular visits by a family, and we are also in touch with local authorities as also the family members to resolve this issue. This included concerted efforts in recent few days to seek more time for the family of Miss Nimisha Priya to reach a mutually agreeable solution with the other party. The local authorities in Yemen have postponed carrying out her sentence that was scheduled for 16th July that you're well aware of. We continue to closely follow the matter and render all possible assistance in the case. We are also in touch with some friendly governments in this regard. The other part of your question was as far as the role of the entity that you mentioned. I have no information to share on this account. നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടതായി അറിയില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇതിലൊരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതേസമയം തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായി. വധശിക്ഷ നീട്ടിവെക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് വിജയം കണ്ടത് എന്ന രീതിയിലുള്ള വാർത്തകളെയാണ് വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിരിക്കുന്നത്. നിയമസഹായം ഉറപ്പാക്കിയിട്ടുണ്ട്. നിയമപരമായ നയതന്ത്രപരമായ എല്ലാ കാര്യങ്ങളും പുരോഗമിക്കുകയാണ് എന്നുമാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഈ ഒരു വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണം എന്താണ്?
സുരേഷ്, നിമിഷപ്രിയയുടെ വിഷയത്തിൽ സാധ്യമാകുന്നതെല്ലാം രാജ്യം ചെയ്യുന്നുണ്ടെന്നാണ് ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഒരു രാജ്യം എന്ന നിലയിൽ രാജ്യത്തിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം ആ രാജ്യം ചെയ്യുന്നുണ്ട്. നിയമസഹായം നൽകുന്നുണ്ട്, പ്രത്യേകം അഭിഭാഷകനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും നിമിഷപ്രിയയുടെ കുടുംബവുമായി ഒരു സ്വകാര്യ ചർച്ച നടത്തിക്കൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് ഭാരതം. അല്ലെങ്കിൽ അത്തരം നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയത്. ഇതിനൊപ്പം തന്നെ ഭാരതം സൗഹൃദ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ യമനിൽ ഈ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നുമാണ് പ്രധാനമായി ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നുള്ള ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് ഇന്നലെയായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്നത്. എന്നാൽ അത് മാറ്റിവെച്ചത് തങ്ങളുടെ ഇടപെടൽ മൂലമാണെന്ന് കാന്തപുരം AP അബൂബക്കർ അടക്കമുള്ളവർ ഇതിനോടകം തന്നെ അത്തരം അവകാശവാദങ്ങളുമായി രംഗത്തെത്തി. എന്നാൽ അതിൽ യാഥാർത്ഥ്യമില്ല. അതിനെ പൂർണ്ണമായും വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളയുകയാണ്. മറ്റൊരു പുറത്തുനിന്നുമുള്ള ഒരു ഇടപെടലും വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നില്ല. അതേസമയം തന്നെ ഇത്തരം നയതന്ത്ര ബന്ധങ്ങളിലൂടെയും അല്ലാതെ സ്വകാര്യ ചർച്ചകളിലൂടെയും ഈ വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണെന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. അത്തരം ചർച്ചകളുടെ വിശദാംശങ്ങൾ പുറത്ത് പറയാൻ കഴിയില്ല എന്നുള്ളത് നേരത്തെ വിദേശകാര്യ മന്ത്രാലയം സുപ്രീം കോടതിയിലും ഈ വിഷയം പരിഗണിക്കവേ പറഞ്ഞതായിരുന്നു. ഏതായാലും നാളെ ഈ വിഷയം വീണ്ടും സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുന്നുണ്ട്. അവിടെ കേന്ദ്ര സർക്കാർ എന്താണ് മറുപടി നൽകുന്നത് എന്നുള്ളതും പ്രസക്തമാകും. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം സംസ്കരിച്ചു. ദുബായ് ന്യൂ സോനാപൂരിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുകയാണ്. ഷിൻസ്, കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ തന്നെ സംസ്കരിക്കാനുള്ള ഒരു തീരുമാനം ഇന്നലെ ഉണ്ടായിരുന്നു. അതുപ്രകാരമാണ് ഇപ്പോൾ വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നത്. ചടങ്ങിന്റെ മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം ഇപ്പോൾ ദുബായിൽ തന്നെ സംസ്കരിച്ചിരിക്കുകയാണ്. ദുബായ് ന്യൂ സോനാപൂരിലെ ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. വിപഞ്ചിയുടെ ഭർത്താവ് നിതീഷ്, അമ്മ ശൈലജ, സഹോദരൻ അടക്കമുള്ള ബന്ധുമിത്രാക്കൾ അടക്കമുള്ളവർ എല്ലാവരും തന്നെ ചടങ്ങിൽ പങ്കെടുത്തു. അതിവൈകാരികമായ നിമിഷങ്ങൾക്കാണ് കുറച്ചു നേരം മുമ്പ് തന്നെ ന്യൂ സോനാപൂരിലെ ശ്മശാനത്ത് സാക്ഷ്യം വഹിച്ചത്. വിപഞ്ചികയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം നാട്ടിലേക്ക് വൈഭവിയുടെ മൃതദേഹം കൊണ്ടുപോകണമെന്നായിരുന്നു. എന്നാൽ വിപഞ്ചിയുടെ ഭർത്താവ് നിതീഷിന്റെ ആവശ്യപ്രകാരമാണ് വൈഭവിയുടെ സംസ്കാരം ദുബായിൽ തന്നെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ നിരവധി മധ്യസ്ഥ ശ്രമങ്ങൾ, രണ്ടുപേരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഭർത്താവ് ഇതേ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ദുബായിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. അപ്പോൾ മാതാവ് ശൈലജ ഇതിനു വേണ്ടി നാട്ടിൽ നിന്നെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വിപഞ്ചിയുടെ സഹോദരനും കാനഡയിൽ നിന്ന് വിപഞ്ചികയുടെയും വൈദ്യുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി എത്തിയിരുന്നു. എന്നാൽ ഭർത്താവിന്റെ ആവശ്യപ്രകാരം, അതായത് UAE നിയമം അനുസരിച്ച് മരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾക്കാണ് തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ളത്. അത് ഉപയോഗപ്പെടുത്തി വിപഞ്ചിയുടെ ഭർത്താവ് ഇവിടെ തന്നെ സംസ്കാരം നടത്തുകയായിരുന്നു. ഇനി വിപഞ്ചികയുടെ മൃതദേഹം തിങ്കളാഴ്ചയോടെ നാട്ടിലെത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുരേഷ്, ഷിൻസ് സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്ന നാറ്റോ സെക്രട്ടറി ജനറലിന്റെ മുന്നറിയിപ്പിനെ തള്ളി ഭാരതം. റഷ്യയിൽ നിന്ന് ഭാരതം എണ്ണ വാങ്ങുന്ന നിലപാടിനെതിരെയാണ് സെക്രട്ടറി ജനറലിന്റെ പരാമർശം. ഭാരതത്തിലെ ജനങ്ങളുടെ ഊർജ്ജാവശ്യത്തിനനുസരിച്ചാണ് രാജ്യം പ്രവർത്തിക്കുക. ഇക്കാര്യത്തിൽ ഇരട്ട നീതി നടപ്പാക്കാനുള്ള ശ്രമങ്ങളെ അംഗീകരിക്കില്ലെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. We have seen reports on the subject and are closely following the developments. Let me reiterate, and I've said this in the past as well, securing energy needs of our people is understandably an overriding priority for us. In this endeavor, we are guided by what is there on offer in the markets, as also by the prevailing global circumstances. We would particularly caution against any double standards on the matter. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, നാറ്റോയുടെ നിലപാടിനെയാണ് ഭാരതം തള്ളിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം എന്ത് വ്യക്തതയാണ് നൽകിയിരിക്കുന്നത്?
പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് 50 ദിവസത്തിനുള്ളിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത നീക്കങ്ങളുണ്ടാകും, അധിക താരിഫ് ഏർപ്പെടുത്തുമെന്നെല്ലാം തന്നെ അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു റഷ്യയ്ക്ക്. മാത്രമല്ല, യുക്രൈൻ യുദ്ധം ആരംഭിച്ചൊരു സാഹചര്യത്തിൽ റഷ്യയ്ക്ക് നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതായത് റഷ്യ എണ്ണ വിൽപ്പന നടത്തുന്നത് തടയുന്നതിനുള്ള നീക്കങ്ങൾ ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ നടത്തുകയും ചെയ്തിരുന്നു അമേരിക്ക. ഈ നീക്കങ്ങൾ നടത്തിയതിൻ്റെ പിന്നാലെ ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയും അത് റഷ്യയ്ക്ക് ഒരു സാമ്പത്തിക പിന്തുണയായും അതുപോലെ തന്നെ ഒരു വാണിജ്യ തരത്തിൽ ഒരു പിന്തുണയായി മാറുകയും ചെയ്തു. ഇത്തരത്തിൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ, ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് നാറ്റോയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസം നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു സെക്കൻഡറി താരിഫ് ഏർപ്പെടുത്തും, അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ സെക്കൻഡറി താരിഫ് ഏർപ്പെടുത്തുമെന്ന ഒരു നിലപാട് സ്വീകരിച്ചത്. തീർച്ചയായും അത് യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായൊരു നീക്കം നാറ്റോ നടത്തിയതായി പരിഗണിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ കൂടി ഭാരതത്തിനെ അത്തരത്തിലൊരു ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തുക അസാധ്യമെന്ന നിലപാടാണ് കൃത്യമായും ഭാരതത്തിൻ്റെ വിദേശകാര്യ വക്താവ് രൺധീർ ജസ്വാൾ ഇന്ന് അറിയിച്ചത്. അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിലുള്ള ഇരട്ട നീതി നടപ്പാക്കാനുള്ള നീക്കങ്ങളൊന്നും അംഗീകരിക്കാനാവില്ല. ഭാരതത്തിൻ്റെ ഊർജ്ജാവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കും ഭാരതം ഇടപെടുക. അത് രാജ്യത്തിൻ്റെ പരമോന്നതമായ ഉത്തരവാദിത്തങ്ങളും പരമോന്നതമായ അധികാരങ്ങളായിരിക്കും അതിനുണ്ടാവുക. മറ്റെല്ലാ നിർബന്ധങ്ങളും ആ സാഹചര്യത്തിൽ അസാധുവാക്കപ്പെടും എന്ന് തന്നെ കൃത്യമായി രൺധീർ ജസ്വാൾ പറയുകയുണ്ടായി. തീർച്ചയായും നാറ്റോയുടെ അത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പിനെ പൂർണ്ണമായും അംഗീകരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഭാരതം. നാറ്റോയുടെ ഇത്തരം ഭീഷണികളൊന്നും ഭാരതത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനുമാവില്ല. റഷ്യയുമായുള്ള ഭാരതത്തിൻ്റെ ബന്ധം പരമ്പരാഗതമായുള്ള ബന്ധമാണ്. ആ ബന്ധം തുടരുക തന്നെ ചെയ്യുമെന്ന് ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ നാറ്റോയ്ക്ക് രൺധീർ ജസ്വാൾ നൽകുകയും ചെയ്തത്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം നൽകിയത്. ഐസൻ ജൂസാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് രാഹുലിനെ പാകിസ്ഥാൻ ഭാഷ്യമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാജ്യത്തിനെതിരെ സംസാരിക്കരുതെന്ന് രാഹുലിനോട് ആവശ്യപ്പെട്ടതായി കിരൺ റിജിജു. വിദേശ നയത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് രാജ്യത്തിന് ദോഷകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കേന്ദ്രമന്ത്രി എല്ലാ വിഷയങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി. രൂക്ഷ വിമർശനങ്ങളാണ് രാഹുലിനും പ്രതിപക്ഷത്തിനുമെതിരെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തൊടുത്തത്. രാഹുൽ പാകിസ്ഥാന്റെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് വിദേശ നയം സംബന്ധിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതി രാജ്യത്തിന് ദോഷം ചെയ്യുമെന്ന് കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി. വിദേശ നയത്തിന്റെ പേരിൽ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നു. രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിന് പകരം പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കുന്നതിൽ രാജ്യത്തിന് എന്താണ് നേട്ടമെന്നും അദ്ദേഹം ചോദിച്ചു. പ്രതിപക്ഷമെന്നാൽ രാജ്യത്തെ ദുരുപയോഗം ചെയ്യുക എന്നല്ല, രാജ്യത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലും പ്രതിപക്ഷത്തിന് പങ്കുണ്ടെന്ന് കിരൺ റിജിജു ഓർമ്മപ്പെടുത്തി. കോൺഗ്രസ് ഭരിക്കുമ്പോൾ വിദേശ നയത്തിന്റെ കാര്യത്തിൽ ബിജെപി ഒപ്പം നിന്നതായി പറഞ്ഞ കേന്ദ്രമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ദേശവിരുദ്ധ പരാമർശങ്ങൾ നടത്തരുതെന്ന് അദ്ദേഹത്തോട് നിർദ്ദേശിച്ചതായും സൂചിപ്പിച്ചു. ओपोजिशन का भी रोल होता है देश के लिए अच्छा काम करने का, सरकार को साथ दे। घर का अंदर में जो भी झगड़ा होना है पार्लियामेंट में बहस होगा, लेकिन जब विदेश नीति का बात होता है तो फिर हम दो मत नहीं होना चाहिए। हमने कभी भी जब कांग्रेस सरकार में थे विदेश नीति को लेकर के हम अलग से प्रधानमंत्री का हमला नहीं करते थे, इंटरनली जो बात होते थे घर में बात करते हैं। इसलिए ये जिस तरीके से राहुल गांधी विदेश नीति पर पाकिस्तान के भाषा बोल बोल करके गुमराह करने का कोशिश करता है, ये देश को नुकसान होता है। हम तो उनको यही सुझाव देंगे कि आप लीडर ऑफ अपोजिशन है, तालमेल में काम करें, लेकिन देश विरोधी बात बिल्कुल नहीं करना चाहिए। കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ലെന്നും പാർലമെന്റിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി രാഹുലിനെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും മന്ത്രി കിരൺ റിജിജു നേരിൽ സന്ദർശിച്ചു. ജനം, ഡൽഹി. ഡൽഹിയിൽ നിന്നും ഗോവയിലേക്ക് പുറപ്പെട്ട വിമാനം അടിയന്തരമായി മുംബൈയിൽ ലാൻഡ് ചെയ്ത സംഭവത്തിൽ എഞ്ചിൻ തകരാറെന്ന് വിവരം. വിമാനത്തിന്റെ ഒരു എഞ്ചിൻ തകരാറിലായതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് വേണ്ടിവന്നത്. അതേസമയം ഇൻഡിഗോ എയർലൈൻ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ സാങ്കേതിക തകരാർ മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും ഗോവയിലേക്ക് പുറപ്പെട്ട 6271 വിമാനമാണ് ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. യാത്രക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും ഇൻഡിഗോ അറിയിച്ചിരുന്നു. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.